എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം റാന്നി വെച്ച് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതിപ്പോൾ ഇന്ത്യയിലുള്ള സകല മനുഷ്യർക്കും അറിയാം. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ, ആവശ്യത്തിൽ കൂടുതലുള്ള ശമ്പളം, പിന്നെ ഇഷ്ടം പോലെ പെൻഷൻ, ബാക്കി കക്കലും നക്കലും മുക്കലും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ കേരളത്തിന് കണ്ടമാനം ആവശ്യമാണ്. അന്നേരമാണല്ലോ സദസ്സിൽ നിന്ന് ഒരു സഖാവിന് ഒരു ചോദ്യം ചോദിക്കണമെന്നും വിളിച്ചു പറഞ്ഞത്. ഉടനെ മറുപടി എന്നാ, വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ പോയി ആരോട് ചോദിക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഭാര്യയോടും മക്കളോടുമാണ് എന്ന് തോന്നുന്നില്ല. കാരണം ഭരണപരമായ കാര്യങ്ങൾ ഒരു സഖാവിന് സംശയം ഉണ്ടായത് അയാളുടെ ഭാര്യയോടും മക്കളോടും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഭാര്യയോടും മക്കളോടും ചോദിക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. പിന്നെ ആരോടാണ്? അദ്ദേഹത്തിൻ്റെ അമ്മയോടാണ് ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചത്. അമ്മയോട് ഏതൊക്കെയാലും ചോദിച്ചാലും ഈ പാർട്ടി സംബന്ധമായ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുകയല്ലോ. അപ്പോൾ സത്യത്തിൽ ചോദിച്ചത് നമ്മൾ തനി മലയാളത്തിൽ മനസ്സിലാക്കുമ്പം, വീട്ടിൽ പോയി നിൻ്റെ അപ്പനോട് ചോദിയിരടാ എന്നല്ലേ അങ്ങേര് ഉദ്ദേശിച്ചത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പം. അപ്പോൾ ഭരണപരമായ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരുത്തൻ ചോദിക്കാൻ പറയുമ്പം വീട്ടിൽ പോയി അപ്പനോട് ചോദിക്കാൻ പറയുന്നതാണോ ഒരു മര്യാദ? അങ്ങനെയാണ് കേരളത്തിൽ ഈ വിവരാവകാശങ്ങൾ വെക്കുന്നവർ ഈ ഭരണത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിവരാവകാശം വെക്കുമ്പം പോയി നിൻ്റെ വീട്ടിൽ ചെന്ന് നിൻ്റെ അപ്പനോടും അമ്മയോടും ഒക്കെ ചോദിയിരടാ എന്നാണോ ഗവൺമെൻറ്റിൻ്റെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു മറുപടി, അല്ലെങ്കിൽ ഒരു മനോഭാവം? ഈ ചോദ്യം ഉമ്മൻചാണ്ടിയോടെ ചോദിക്കുന്നെങ്കിൽ അയാൾ ഇത് കൂട്ട് വർത്താനം പറയുമായിരുന്നോ? ഇത് കഴിഞ്ഞ 10 വർഷം നാട്ടുകാരെ കാട്ട് മൂടിച്ച് മുദ്രയിട്ട് മൂച്ചൂട് മൂടിച്ച് കളഞ്ഞതിൻ്റെ അഹങ്കാരമല്ല ഈ വർത്താനത്തിൽ കൂടെ കേൾപ്പിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞെങ്കിൽ അയാളുടെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരം, ധാർഷ്ട്യം എത്ര വലുതാണെന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 2 കസേര അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് മോഹൻലാലിനെ വിളിച്ച് വരുത്തി ഇൻ്റർവ്യൂ നടത്തിയതിന് 11,20,000 രൂപ. ഈ 11,20,000 രൂപ മുടക്കി ഇത് 2 കസേര ഇട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ടാണോ? അങ്ങനെ ഇൻ്റർവ്യൂ എടുത്ത് ഇട്ടേക്കുന്ന ആരുടെ ഗുണത്തിന് വേണ്ടിയാണ്? ഇയാൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തെന്ന് വരുത്താൻ വേണ്ടി പരസ്യം ചെയ്യുന്നതിന് നാട്ടുകാരൻ്റെ നികുതി പണം എടുക്കുന്നതിന്. അത് ആർക്കാണ് ഇവിടെ കേൾക്കേണ്ടത്? ആർക്ക് കേൾക്കാൻ വേണ്ടി ഇതുണ്ടാക്കുന്നത്? ഈ അഹങ്കാരവും ധാർഷ്ട്യവും ആർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തുണ്ടാക്കുന്നത്? ഇപ്പം നമ്മൾ നോക്കുമ്പം നികുതി പണം എടുത്ത് പരസ്യങ്ങളുടെ ഘോഷയാത്ര ചോദിക്കുന്നുണ്ട് തന്തയ്ക്ക് വിളി. ഇപ്പോൾ KSRTC ബസ് മുഴുവൻ പരസ്യം ഒട്ടിച്ച് വെച്ചു. എന്നതാ KSRTC ബസ് പോകുന്നത് തന്നെ 4 വീൽ വണ്ടി പോകുന്ന പോലെ ഇങ്ങനെ കുഴി കൂടെ കയറി ഇറങ്ങി വെള്ളത്തിൽ കൂടെയാണ് പോകുന്നത്. അങ്ങനെയുള്ള കുറച്ച് വഴി കൂടെ വിട്ടിട്ട് അതിനകത്ത് നല്ല റോഡുകൾ 4 വീൽ ഇട്ടുകൊണ്ടേ ബസ്സിന് പോലും പോകാൻ പറ്റുള്ളൂ. അതുകൂട്ട് സാധനം കാണിച്ച് വെച്ചിട്ട് ഇപ്പം ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പൊതുസ്ഥലത്തൊന്നും പരസ്യം വെക്കാൻ മേലെന്നുള്ള നിയമപ്രകാരം ബസ്സിൻ്റെ പുറത്തൊട്ടിച്ച് വെച്ചിരുന്ന പരസ്യമെല്ലാം ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്ന് കീറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒട്ടിച്ചത് ഇവിടുത്തെ മനുഷ്യൻ്റെ നികുതി പണം എടുത്ത്, ഇത് വലിച്ചു പറിക്കാൻ വരുന്നതിൻ്റെ പൈസയും ഇവിടുത്തെ നികുതി പണം, അതിനോടുന്ന വണ്ടികളും ഇവിടുത്തെ നികുതി പണം. ഇനി ഇത് കഴിഞ്ഞ് KSRTC ബസ്സിനും ഇനി ആ പെയിൻറ്റ് എല്ലാം പൊളിഞ്ഞു പോയെടുത്ത് പെയിൻറ്റ് അടിക്കണമെങ്കിൽ ഇനി നികുതി പണം എടുത്ത് നോക്കണം. അപ്പോൾ ഇതെന്തൊരു അക്രമമായത്? ഇതിപ്പോൾ ചോദ്യം റാന്നി ചോദിച്ചത് വോട്ടർ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള മുഴുവൻ വോട്ടർമാരിൽ ഒരാൾ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പം അയാളോട് പറയുന്ന മറുപടി അത് നാട്ടുകാരോടായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇത് പാർട്ടിയുടെ മീറ്റിംഗ് ആയിട്ട് വിളിക്കണമായിരുന്നു. പൊതുസമ്മേളനമായിട്ട് വിളിച്ച പത്രക്കാരും ചാനലുകാരും എല്ലാം നിൽക്കുന്നിടത്ത് അവരിൽ ഒരാൾ എഴുന്നേറ്റുന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ജനങ്ങളിൽ ഒരാളായിട്ടാണ് ചോദിക്കുന്നതെന്ന മറുപടിയോടുകൂടി അവരോട് മറുപടി പറയേണ്ടടുത്ത് ഇത് ജനത്തോടെല്ലാം പറഞ്ഞപ്പോൾ അതിനർത്ഥം എന്നാ? ഈ ചോദ്യം ചോദിക്കുന്നവനെല്ലാം വീട്ടിൽ ചെന്ന് തന്തയോട് ചോദിക്കാനല്ലേ ഈ പറഞ്ഞത്? അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആൾക്കാർ നിങ്ങൾ ചിന്തിച്ചാൽ അതല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ പൊതുജനത്തോട് പറയുന്നത്, ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസവും ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ ആദ്യത്തെ 5 കൊല്ലം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ 5 കൊല്ലം, ഈ കഴിഞ്ഞു പോയ 5 കൊല്ലം കേരളം കണ്ടതിൽ ഏറ്റവും നശിച്ച ഭരണമാണ്, ഏറ്റവും മുടിഞ്ഞ ഭരണമാണ്, ഏറ്റവും കൂടുതൽ ജനത്തെ ദ്രോഹിച്ച ഭരണമാണ്. അപ്പോൾ അതിൽ ഓരോരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം ജനം ഇനി ഈ ദിവസങ്ങൾ തീരുമാനം എടുക്കാൻ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ 2 മാസം കൂടുമ്പം വരുന്ന ഓരോ കറണ്ട് ബില്ലും എടുത്ത് നോക്കിയാൽ മതി. ആ കറണ്ട് ബില്ല് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരു 2000 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള വീടിനാണെന്നുണ്ടെങ്കിൽ 3000 രൂപയ്ക്ക് മുകളിലാണ് കറണ്ട് ബില്ല് വരുന്നത്. അത്ര ഉള്ള ഒരു വീട് തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു 700 രൂപ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ഒരു 2000 രൂപയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 2000 രൂപയ്ക്ക് മുകളിലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കാളും കറണ്ട് ബില്ല് വരുന്നത്. പരിച്ച് മുടിച്ച് നശിപ്പിച്ചതിൻ്റെ ബാക്കി പത്രമാണ്. ഇനി നിത്യോപയോഗ സാധനങ്ങളുടെ വിലയൊന്ന് നോക്കിക്കോണം. ഒരു 50 പൈസ കൂടിനകത്ത് സാധനം മേടിക്കാൻ പോയാൽ 1 കിലോ വെളിച്ചെണ്ണ മേടിക്കുന്ന രൂപ 400 രൂപയ്ക്ക് മുകളിലാണ്. ചോദിക്കാനും പറയാനും ഒരുത്തനും ഇല്ല. ഭരണ മികവാ. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു 5 പേരുള്ള വീട്ടിലാണെങ്കിൽ ഒരു 5 പേരുടെ ഒരു വിരുന്നുകാരായിട്ട് വരുന്നൊരു ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ 5000 ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അതുപോലെ സാധനങ്ങൾക്ക് വില കയറി. 5 കൊല്ലത്തെ ഭരണ നേട്ടമോ? ഇതൊക്കെ സാധാരണക്കാരന് അനുഭവിക്കുന്ന കാര്യമായതുകൊണ്ട് ഇയാളുടെ മുഖം ഓർത്ത് വെച്ചോണം വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞപ്പോൾ.
ഇനി വർദ്ധിപ്പിച്ച വീട്ടുകരങ്ങൾ എന്നാ കൂട്ടിയേക്കുന്നത് പലവട്ടമായിട്ട്. പിന്നെ ഭൂമിയുടെ കരം, വസ്തുവിൻ്റെ കരം, പിന്നെ ബിൽഡിങ് വല്ലതും പണിതിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർമിറ്റിന് മേടിച്ച ഒടുക്കത്തെ കാശ്, എങ്ങോട്ട് തിരിഞ്ഞാലും ഉള്ള പെറ്റി, ഇതെല്ലാം ഈ പ്രാവശ്യം നോക്കി വെച്ചോളാം. അതുപോലെ ഒരുമാതിരിപ്പെട്ട പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുഴുവൻ, നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിട്ടു പോയി. നല്ലൊരു ശതമാനവും വിദേശത്ത് പോയി സായിപ്പിൻ്റെ മദാമ്മയുടെയും ഒക്കെ കയറാന്നും പറഞ്ഞ് നിൽക്കുക. സത്യം പറഞ്ഞാൽ വെട്ടി തുറന്ന് പറഞ്ഞാൽ തീട്ടം കോരുകയും കഴുകുകയും ചെയ്യുക. ആ പരുവത്തിലേക്ക് ഈ ചെറുപ്പക്കാരെ മുഴുവൻ 1ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവരെ എല്ലാം പറഞ്ഞു വിട്ടതാണ് ഇവന്മാരെ ഓർത്ത് വെച്ചേക്കണം. എന്നിട്ട് വല്ലതും ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ അപ്പനോട് ഇവനെയൊക്കെ വെച്ചാണ്ടിരിക്കാവോ? 40 വണ്ടിയുടെ അകമ്പടി. അമേരിക്കൻ പ്രസിഡന്റിന് ഇത്ര അകമ്പടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തിൽ ഏറ്റവും തീവ്രവാദ ആക്രമണ ഭീഷണിയുള്ള അങ്ങേർക്ക് ഇത്ര അകമ്പടി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ആഫ്രിക്കയിലൊക്കെ ചില കാട്ടാളന്മാർ പോകുന്നത് പോലെയല്ലേ പോകുന്നത്. 40 വണ്ടിയുടെ അകമ്പടി. കേരളം മുഴുവൻ കൊള്ളാം. ഉള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഴുവൻ പൊട്ടിച്ചില്ലേ? ആ കൂരാലി സർവീസ് സഹകരണ ബാങ്ക് തൊട്ടിങ്ങോട്ട് പൊട്ടിച്ച ബാങ്കുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരൻ ഓലം മുടഞ്ഞും പശുവിനെ വളർത്തിയും പന്നിയെ വളർത്തിയും ആടിനെ വളർത്തിയും കോഴി വളർത്തിയും കൊണ്ടിട്ടിരുന്ന പൈസ മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കുമ്പോൾ പിന്നെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയോ? അതെന്നാ മുറയാത്? ഇനിയും ഇവിടുത്തെ മാതാപിതാക്കൾ ഓർക്കണം. ആ അർജുനെ കൊന്ന് കെട്ടിത്തൂക്കി ഓർക്കുന്നോ? ദിവസങ്ങളോളം വെള്ളം പോലും കൊടുക്കാതിരിട്ടിട്ടാ. എന്നിട്ട് അതിന് കേസ് പോലുമില്ല. അവസാനം അവന്മാരെ എന്നിട്ട് പൊതുക്കി പിടിച്ച് നടക്കുക പരീക്ഷ എഴുതിക്കാൻ. ചോദിക്കുമ്പോൾ പിന്നെ പറയുന്നത് തന്നെ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറയേണ്ടത്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഏറ്റവും മുടിഞ്ഞ ഭരണം, ഏറ്റവും നശിച്ച ഭരണം. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം അങ്ങേയറ്റം വരെ വരുന്നിടം വരെ ഡാം പൊക്കി പിടിച്ചോണ്ടിരുന്നു. അവസാനം വന്നപ്പോൾ എല്ലാം കൂടി അഴിച്ചു വിട്ട് നാട് മുഴുവൻ വെള്ളപ്പൊക്കം മൂടിപ്പിച്ച് കളഞ്ഞില്ലേ? ആ വയനാടൊരു ദുരന്തം ഉണ്ടായി. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കുറച്ച് പേർക്കെങ്കിലും വെല്ലം കൊടുത്തത്? പൈസ ഇല്ലാണ്ടാണോ? നാട്ടുകാർ പിടിച്ചു കൊടുത്ത പൈസ വരെ ഉണ്ടായിരുന്നല്ലോ. എന്നതാണെന്നായി പറയുന്നത്? ശബരിമല കൊള്ള എല്ലാം ആൾക്കാർ ഓർക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട്. എന്നുവെച്ചാൽ ഈ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ചീർത്തതിൻ്റെ ബാക്കി പത്രമാണ് ഇത്. പണ്ടൊക്കെ സഖാക്കന്മാർ പറയുമായിരുന്നു നേതൃത്വത്തെ അനുസരിക്കണമെന്ന്. ഇപ്പം നേരും നെറിയുള്ള സഖാക്കന്മാർ പറയുന്ന നേതൃത്വത്തിനെ തിരുത്തണമെന്നാണ്. ഒന്നുകൂടെ ഭരണം കിട്ടിയ ഇവന്മാരെ തിരുത്താൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുകൂടെ ഭരണം കിട്ടിയവരെ തിരുത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ പാർട്ടി, ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് മുച്ചൂടും മുടിഞ്ഞ് തകർന്ന് പോകാതിരിക്കണമെങ്കിൽ, ഈ നാട് മുച്ചൂടും മുടിച്ച് തകർത്ത് തേച്ച് കളഞ്ഞാൽ ഈ കൊള്ളക്കാരെ വീട്ടിലിരുത്തിയാലേ പറ്റുള്ളൂ. അല്ലെ പാർട്ടിയും കൂടി ഇല്ലെന്നായി പോവും. ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ഇന്ന് ബുധനാഴ്ച 25-ാം തീയതി റാന്നിയിലെ MLAയുടെ കഥ ഏതൊക്കെയാലും കഴിച്ചു. ഇനിയിപ്പോൾ ഇന്ന് ഒത്തങ്കി ജോസ് കെ മാണിയുടെ കഥയും കഴിക്കും. ഇന്ന് പാലായിലും വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഞാൻ പറയുന്നത് ഇയാളെ കേരളം മുഴുവൻ പ്രസംഗിക്കണം. ഇയാളുടെ മോന്ത കേരളത്തിലെ ജനം ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു മോഹമാണ്. അതുകൊണ്ട് കാണിക്കാമെങ്കിൽ പരമാവധി ആളുകൾ എല്ലാ സ്ഥലത്തും പ്രസംഗിപ്പിക്കാമെങ്കിൽ. ഇപ്പം ഞാൻ പല മത്സരിക്കുന്ന MLAമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇയാളുടെ കാര്യമേ മിണ്ടാൻ പറ്റിയല്ല, LDF ഗവൺമെൻറ്റിൻ്റെ വികസനങ്ങളെ മിണ്ടാൻ പറ്റിയാലെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ജനം വോട്ട് ചെയ്യായിരുന്നു. കാര്യം അവിടെ നിന്ന് ഒരാളാ ചോദിച്ചെങ്കിലും ചോദ്യം കേരള ജനത്തിൽ നിന്നാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് ഓർത്തിരുന്ന ജനം ഇവർ വരുമ്പോൾ ഇവരോടും പറയേണ്ടത് വോട്ട് നിൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇറക്കി വിടണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.